പോയി. ഇതാണ് ഞാൻ പറഞ്ഞ വീട്. നിങ്ങൾ ഉദ്ദേശിക്കുന്ന മാതിരി ഇവിടെ ആരും തൂങ്ങിച്ചത്തിട്ടൊന്നുമില്ല. അത് കള. ഇതൊരുമാതിരി ഭാർഗവി നിലയം പോലെയുണ്ട്. ഇത് കള. ഇത് കളയണ്ട, എനിക്കിഷ്ടായി. നഗരത്തിന്റെ വലിയ തിരക്കുമില്ല, ഒരു പ്രശാന്ത സുന്ദരമായ വീട്. എന്താ നീ ഇവിടെ ഇരുന്ന് നോവൽ എഴുതാൻ പോവാ? ചിലപ്പോ എഴുതിയൊന്നും വരും. ഇത് മതി. നല്ല പ്രശാന്ത സുന്ദരമേറിയ വീട് അല്ലേ? അത് കറക്റ്റ്. എന്തായാലും നിങ്ങൾ ഇവിടെ നിൽക്കേ, ഞാൻ മറിയാമ്മ ചേർത്തി പോയൊന്ന് കണ്ടിട്ട് വരാം. നിങ്ങൾ പോലെ അറിയാം. മതിയാക്ക്. വണ്ടി നിർത്തേ. നീ എന്താ ഇവിടെ നിക്കണേ? ഞാനിവരെ വീട് കാണിക്കാൻ കൊണ്ടുവന്നു. ആ മറിയാമ്മ ചേർത്തി വീട് കൊടുക്കില്ല എന്നുള്ള പറഞ്ഞത്. ആ തള്ളേനെ ഞാനൊന്ന് കാണട്ടെ. നീ വരുന്നോടാ. 4 കാശ് ഉണ്ടാക്കണമെങ്കിൽ സീക്കാരെ ഇവിടെ കുടിക്കോ? ആലോചിക്കാം. തൽക്കാലം ഇങ്ങനെയൊക്കെ പോട്ടെ. എവിടെയാ നിന്റെ പുരുഷോത്തമൻ? മറിയാമ്മ ചേട്ടത്തിന്റെ വീട്ടിലേക്ക് ഇപ്പൊ പോയതുള്ളൂ. വണ്ടി വിട്ടോ. ആരാ ഇത്? സീക്കിയോ? നിന്നെ ഈ വഴിക്കൊന്നും കാണാനില്ലല്ലോടാ. സമയം കിട്ടണ്ടേ മറിയാമ്മ ചേട്ടത്തി? നിന്നെ കുറിച്ച് ആരോ എന്തോ ഇപ്പൊ എന്നോട് പറഞ്ഞല്ലോ, ഓർമ്മ വരുന്നില്ല. എന്നെ കുറിച്ചാവില്ല. ഇതും തൊട്ടടാ. ഇതാ മറിയാമ്മ ചേട്ടത്തിക്ക് എന്റെ ഒരു സന്തോഷത്തിന് വേണ്ടി ഞാൻ വാങ്ങിച്ചുകൊണ്ടുവന്നതാ. എനിക്കോ? ലഡു, ജിലേബി, പഴം, അലുവ. പ്രമേഹത്തിന് നല്ലതല്ലേ? ഈശോയെ. തിന്ന വേം പൊക്കോളും തള്ള. കണ്ട ഇനിയുണ്ട്. ആളുകൾ പറയുന്ന പോലെയൊന്നല്ല, നീ നല്ല സ്നേഹമുള്ളവന്. നിന്നെ കുറിച്ച് ആരോ എന്തോ പറഞ്ഞല്ലോ, ആരാണെന്ന് ഓർമ്മ വരുന്നില്ല. ഗൾഫിൽ നിന്ന് മക്കളുടെ കത്തും പണമൊക്കെ വരുന്നില്ലേ? 3 അവന്മാരും കൂടി ഗൾഫിൽ പോയിട്ട് കിടക്കുക. പെണ്ണ് നോക്കണമെന്നും പറഞ്ഞ് ആഴ്ചയിൽ ഓരോ കത്തയക്കുക. കെട്ടിച്ചാ പിന്നെ അവന്മാരെ ഭാര്യമാര് പറയണത് കേട്ട് നടക്കും. വിഷം വെച്ചാ മതി. അത് പിന്നെ എനിക്ക് അറിഞ്ഞൂടെ? അതുകൊണ്ടല്ലേ ഞാൻ അവരെ കൊണ്ട് പെണ്ണ് കെട്ടിക്കാത്തത്. നല്ല രുചിയുണ്ടോ മോനെ? കെട്ടിയതല്ലേ. ഇപ്പൊ നിന്നെ കുറിച്ച് ആരോ പറഞ്ഞല്ലോ. ഓ, ഒരു ഓർമ്മപ്പേശകേ. മറിയാമ്മ ചേട്ടത്തിയുടെ ആ ഒഴിഞ്ഞു കിടക്കുന്ന വീടില്ലേ, അത് നമുക്ക് 2 ആൾക്കും കൂടി വിറ്റാലോ? നല്ല വില ഞാൻ വാങ്ങിച്ചിട്ടോളാം. ആഹാ, അതാണ് നീ കൊള്ളപ്പം ലഡു ഉണ്ടേറ്റ് ഇറങ്ങിയേക്കുന്നതല്ലേ? അതാണ് ഞാൻ കുറച്ചു നേരമായിട്ട് ഓർത്തോണ്ടിരിക്കുന്നത്. ആ പുരുഷോത്തമൻ പിള്ള നിന്നെ കുറിച്ച് ഇപ്പൊ പറഞ്ഞിറങ്ങിയതേ ഉള്ളൂ. നീയാണ് എന്റെ വീടും പറമ്പും വിൽക്കാണ്ടെന്ന് പറഞ്ഞു നടക്കുന്നതല്ലേ? ഇറങ്ങടെ വെളിയിൽ. അതൊക്കെ അവിടെ ഇരുന്നോട്ടെ. എന്റെ അമ്മായിമ്മേ, എല്ലാ പിള്ളേരും കൂടി ചായ എടുത്ത് കുടിച്ചോളി മക്കളെ. എല്ലാവർക്കും കൊടുക്ക. ചേട്ടാ, ഞാൻ കഴിച്ചോ? എടാ, നീ വലിച്ചു വാരി തിന്നണതൊക്കെ എങ്ങോട്ട് പോണടാ മെഴുവേലി തറ. ഈ തറയെന്ന് പറയുമ്പോ ചേട്ടനിക്ക് എന്താ ഇത്ര വില കൊടുത്തോ? ചേച്ചിക്ക് തറകളെ വലിയ ഇഷ്ടമല്ലേ? അതൊക്കെ ഇല്ലാതിരിക്കും. ചേട്ടത്തി ആ വിഭാഗത്തിൽപ്പെട്ടതാണല്ലോ. പുരുഷോത്തമ പിള്ളേ, എന്തോ കാര്യമൊക്കെ ശരി തന്നെ. വീട് ഞാൻ തന്നു എന്ന് കരുതി ഈ തറകളെല്ലാം കൂടി ഇവിടെ കിടന്ന് കളിക്കരുത്. 2 പേർക്ക് കൂടിയാണ് വീട് തന്നിരിക്കുന്നത്. വേറെ ഒരൊറ്റ എണ്ണം ഇതിനകത്ത് കേറി പോരുത്. പറഞ്ഞേക്കാം. അതത്രേ ഉള്ളൂ. ഞങ്ങൾക്ക് ഒരു ഉത്തരവാദിത്തമുണ്ട്. ഹൗസ് ഓണർ പറയുന്ന അനുസരിച്ച് ഞങ്ങൾ ഇതിനകത്ത് ജീവിക്കൂ. പിന്നെ ഹൗസ് ഓണർ പറയുന്ന അനുസരിച്ച് ജീവിക്കൂ. നിന്റെ മുഖത്ത് നോക്കിയിട്ട് ഒരു കള്ള ലക്ഷണം ഉണ്ടല്ലോടാ. കാര്യമൊക്കെ ശരി, ഞാൻ പറഞ്ഞേക്കാം. ഈ പരിസരത്തെങ്ങാനും ഒരു പെണ്ണിന്റെ മണമെങ്ങാനും കേട്ടുപോയാൽ അയ്യോ, പെണ്ണെന്ന് പറഞ്ഞ വർഗത്തിനോട് ഞങ്ങൾക്ക് ഭയങ്കര അലർജിയാ. മറിയാമ്മ ചേർത്ത് ഒഴിച്ച്. ഏതായാലും താമസിക്കാൻ ഒരു വീടായല്ലോ. ഇന്ന് മുതൽ സജീവമായി രംഗത്തേക്ക് ഇറങ്ങാം. നഗരങ്ങളിലും പ്രാന്തപ്രദേശങ്ങളിലും ഒളിഞ്ഞു കിടക്കുന്ന വില കുറഞ്ഞ ഭൂമി തട്ടിയെടുക്കുക തപ്പിയെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ആദ്യത്തെ പണി. അതിനെ പപ്പൻ നിങ്ങളെ ഹെൽപ്പും. കൊറേ നേരമായി ചേരാൻ തുടങ്ങിയിട്ട്. എന്തിനാണാവോ എന്തോ റോഡിൽ. ഹലോ, കുറെ നേരമായാലും ഇവിടെ വെയിറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട്. അതെ, പോയിട്ട് വേറെ പണിയുണ്ട്. ആക്ച്വലി ആരെ കാണാനാണ് നമ്മളിവിടെ നിൽക്കുന്നത്? ഇവിടെ വന്നാ മതി, വരേണ്ട ആൾ ഇപ്പൊ എത്തും. അരുണ, ഞാൻ ഇന്നലെ പറഞ്ഞ കാര്യം എന്തായി? പറഞ്ഞോളൂ, എന്താണെങ്കിലും പറഞ്ഞോളൂ. അത് അച്ഛനോട് ചോദിക്കണം. അത് ഞാൻ ചോദിച്ചോളാം. അഡ്രസ് പറഞ്ഞുതരൂ. ശിവദാസ് മേനോൻ, TC 8/131,
പേരൂർക്കട. എക്സ്ക്യൂസ് മീ, ഏത് കോളേജിലാ പഠിക്കുന്നേ? വിമൻസ് കോളേജിലാ. ഹായ്. ഒരു പ്രാവശ്യം നോക്കിയാ പിന്നെ കുട്ടിയുടെ മുഖത്ത് നോക്കാനേ തോന്നില്ല. ഹലോ അപ്പട്ടാ, ഏതാ ഈ പെമ്പിളര്? ഇപ്പൊ എന്നെ ഇവിടുന്ന് അങ്ങോട്ട് പോയി കുട്ടികളാ. കോളേജ് പഠിക്കുന്ന പെമ്പിളരൊന്നും അത്ര ശരിയല്ല. അതെ, ഞാൻ അവരെ പറഞ്ഞ് മനസ്സിലാക്കിയായിരുന്നു. അത് കൊള്ളാം. അതെ, നിങ്ങൾ എന്താ രാവിലെ ഇവിടെ? അത് ഞങ്ങൾ ഇവിടെ അടുത്തൊരു വീട് വാടകയ്ക്കെടുത്ത് താമസിക്കും. ഓ, അത് കൊള്ളാം. എനിക്ക് ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ട് വരാമല്ലോ. എന്തിനാ? വന്നെന്താ? അയ്യോ, ഹൗസ് ഓണർ ഭയങ്കര സ്ട്രിക്റ്റാ. ഞങ്ങളിപ്പോ ഒരു ബിസിനസ്സിലോട്ട് ഇറങ്ങിയിരിക്കുക. എന്താ ബിസിനസ്? റിയൽ എസ്റ്റേറ്റ്. ഈ വസ്തു വാങ്ങി ലാഭത്തിന് തിരിച്ചു കൊടുക്കുന്ന ബിസിനസ്. അത് കൊള്ളാം. ഭാഗ്യം ഉണ്ടെങ്കിൽ എളുപ്പം രക്ഷപ്പെടാം. ഓ. ഒരു കാര്യം, വലിയ കാശുകാരൊക്കെ ആകുമ്പോ സുന്ദരി മറക്കല്ലേ. സുന്ദരീനെ അങ്ങനെ മറക്കാൻ പറ്റോ? പിന്നെ. അയ്യോ, എനിക്ക് പോകുന്ന ബസ് വന്നേ. ഓക്കെ, അപ്പൊ പിന്നെ കാണാം. ബെസ്റ്റ് ചാൻസ്. എന്നാ പിന്നെ നമ്മൾ പോവല്ലേ? പോകാനാ? എവിടെ പോകാൻ? ഇങ്ങനെ ആക്ച്വലി ആരെ കാണാൻ എത്ര നേരം വെയിറ്റ് ചെയ്യിപ്പിച്ചത്? ഇനി ഇവിടെ നിൽക്കണ്ട, ഇനി കുറച്ചേരം നമുക്ക് അപ്പുറത്ത് വെയിറ്റ് ചെയ്യാം. എപ്പുറത്ത്? അടുത്ത ബസ് സ്റ്റാൻഡില്. എന്നാ ഞാൻ അപ്പുറത്ത് വേണ്ടി. എന്താണ് അർദ്ധരാത്രി പ്രേതോ? എന്തോന്ന്? വെളുത്ത വസ്ത്രം ധരിച്ച ഒരു പെൺകുട്ടി എന്നെ കഴുത്തി പിടിച്ചേക്കിടാ. വഴുത്തി പിടിച്ച് ഞെക്കി ഉറങ്ങാൻ നോക്കണം. മനുഷ്യനെ ഉറങ്ങാൻ സമ്മതിക്കാതെ നന്നായിട്ടൊന്ന് ഉറങ്ങി വന്നായിരുന്നു. അത് പറഞ്ഞു. மன்மதலீலையே என்றால் முருக, மன்மதலீலையே என்றால் முருக, மன்மதலீ ദോശ അറിയും. ദോശ എവിടെയുണ്ടവിടെയുണ്ടറിയും. വേണോ? നിനക്കെന്താടാ കോച്ചുവാദം പിടിച്ച? അത് ദോശ എക്സസൈസാ. അതും തുട്ടടാ ദോശ എക്സസൈസ്. അതൊന്നും അറിയാൻ പറ്റിയ അറിയില്ല. ഓ, ഇത് ദോശ ഉണ്ടാക്കുമ്പോ ചെയ്യേണ്ട എക്സസൈസ് ആണ് ദോശ എക്സസൈസ്. ഇന്നലത്തെ പത്രത്തിലിട്ടായിരുന്നു. പത്രം വായിച്ചില്ലേ? ഏത് പത്രത്തെ? എനിക്കൊന്ന് പഠിക്കുന്നുണ്ട്. അത് ഒരു ഫ്രഞ്ച് പത്രത്തിലാ. ആഹാ, ദോശക്ക് നല്ല മണം. അല്ലാണ്ട് ദോശക്ക് ചീഞ്ഞ മണം വരുമോ? ഈ ചട്നി അങ്ങോട്ട് വയ്ക്ക്. അല്ല ചട്നിയാ? അല്ല, കിഡ്നി. അല്ല, മറിയാമ്മ ചേർത്ത് എവിടെയായിരുന്നു? ഞാൻ ഇവിടെയൊക്കെ തന്നെ ഉണ്ടായിരുന്നു മക്കളെ. അതെയാ? ആ, ഞങ്ങൾ ഇപ്പൊ ഇത്ര ബിസിയാ. ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പിന്നെ സംസാരിക്കാം. ഛെ, കേട്ടോ? കൈയെടുക്കടാ. ചേർത്തി, പറ. ഞങ്ങളൊന്ന് പോയി കുളിച്ച് റെഡി ആയിട്ട് വരാം. ചേർത്തി, ഇത് പൂച്ച വരാണ്ട് സൂക്ഷിച്ചിരിക്കണേ. ആ. ഇതിങ്ങ് എടുത്ത് മാറ്റി. ആഹാ, നല്ല ചൂടുള്ള ദോശ. നല്ല ദോശ. ഉം. കൊള്ളാലോ പിള്ളേര്. മുസ്തഫ മുസ്തഫ ഡോണ്ട് വറി മുസ്തഫ. അല്ല, ഒന്നാം തരം ദോശയും ചട്നി. സമ്മതിച്ചിരിക്കണം. വീണ്ടുമെടുക്കാം പിള്ളേര്. ചായ ഉണ്ടാക്കിയിട്ടില്ലേ? ഈ പാത്രങ്ങളൊക്കെ നന്നായിട്ട് കഴുകി വെക്കണം. മറിച്ചേട്ടി കുറച്ച് ജോലി തിരക്കുണ്ട്. വരച്ചേ. മുസ്തഫ മുസ്തഫ നാളെ ഇതേ നേരത്തെ വന്നോട്ടാ. ഒന്നും മിണ്ടണ്ട. സ്ത്രീ പീഡനത്തിന് ജയിലിലാവും.